പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഒക്ടോബർ മാസം 7-ാം തീയതി ആമേൻ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി തന്നെ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു അല്ലേ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളിൽ നിന്ന് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ വിടുവിച്ചു. ആ കർവയെ ഓർത്ത് കരമൊന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു, സ്വസ്ഥത തന്നു, സമാധാനം തന്നു. രാവിലെ നമ്മളെ ആരോഗ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തി. ദാവീദ് പറയുന്നത് പോലെ, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഈ രാവിലെ ഉണർത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. അതുപോലെ ഈ പ്രഭാതത്തിൽ നമ്മളെ അത്ഭുതകരമായി, ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ഈ പകൽക്കാലം ജയോത്സവമായി നടത്തുന്ന പിതാവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളിലും കർത്താവ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപകാരങ്ങൾ, നമ്മൾ ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഓർക്കുമ്പോൾ നന്ദി പറയാൻ പഠിക്കണം. അതോർക്കുമ്പോൾ ഹൃദയം നന്ദി കൊണ്ട് തുള്ളണം, നന്ദി കൊണ്ട് അമേൻ ഉള്ളം സന്തോഷിക്കണം. അങ്ങനെ ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ അമേൻ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സങ്കീർത്തനക്കാരൻ 34 ഇങ്ങനെ പറയുന്നു, അമേൻ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അമേൻ, എൻ്റെ കർത്താവെ, എൻ്റെ നാവിൽ എപ്പോഴും അങ്ങയെക്കുറിച്ചുള്ള സ്തുതിയായിരിക്കും, അങ്ങെനിക്ക് ചെയ്ത നന്മകളെക്കുറിച്ചായിരിക്കും ഞാൻ പറയുന്നത്. അമേൻ, നമ്മുടെ ഹൃദയം നിറയുന്നത് ആ വായി സംസാരിക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നന്ദി നിറയുമ്പോൾ, ഹൃദയത്തിൽ സന്തോഷം നിറയുമ്പോൾ നമ്മുടെ അധരങ്ങൾ അത് തന്നെ പൊഴിക്കുവാൻ തുടങ്ങും. ഇന്ന് പ്രഭാതത്തിൽ അവൻ നമ്മുടെ നാവ് എപ്പോഴും കർത്താവിനെ സ്തുതിക്കുവാൻ ഇടവരട്ടെ. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. യെസ്, നമ്മുടെ ഹൃദയം യഹോവയിൽ എപ്പോഴും പ്രശംസിച്ചു കൊണ്ടിരിക്കും. എളിയവർ അത് കണ്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഒരുമിച്ചൊന്ന് ഹല്ലേലൂയ പറഞ്ഞു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, നിങ്ങൾ ആരുമായിക്കോട്ടെ, ഒരുമിച്ച് അക്കാരം ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവർ, നമ്മൾ ഒരുമിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരു സമയത്ത് കർത്താവിനെ സ്തുതിക്കുക ചെയ്തത് കേട്ടോ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അവൻ നമ്മളെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കും. നിങ്ങളുടെ ഭയം എന്തോ ആയിക്കോട്ടെ, മനുഷ്യഭയമാണോ, രോഗഭയമാണോ, കൊറോണ ഭയമാണോ, അല്ല അവൻ സാമ്പത്തിക ഭീഷണിയാണോ, എന്തുമായിക്കോട്ടെ, സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്ന കർത്താവിനെ ഒന്നുകൂടെ കരമുയർത്തി സ്തോത്രം പറഞ്ഞ് അതിൻ്റെ 5-ാമത്തെ വാക്യം പറഞ്ഞു, അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോവുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ട് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. സകല ഭയങ്ങളിൽ നിന്ന് മാത്രമല്ല, ഹല്ലേലൂയ, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന കർത്താവ് യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ചുറ്റും അവൻ അനേക ദൂതന്മാർ ഇറങ്ങി നിൽക്കുക, അനേക ദൂതന്മാർ ഇറങ്ങി നിൽക്കുക. താങ്ക് യു ജീസസ്. അനേക ദൂതന്മാർ നിങ്ങൾക്ക് ചുറ്റും ഇറങ്ങി നിൽക്കുക. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ വിടുവിപ്പാൻ, നിങ്ങളെ സൂക്ഷിക്കുവാൻ, നിങ്ങളെ സംരക്ഷിക്കുവാൻ. അതുകൊണ്ട് കരങ്ങളെ ഒക്കെ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് നന്ദി പറഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ആരാധിച്ച്, ഓ ആരാധന, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്തോത്രം പിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ സ്തുതികൾക്ക് യോഗ്യനെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു പിതാവേ, ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തോത്രം പറയുന്നു കർത്താവേ. ആ കരമൊക്കെ ഒന്ന് വീശി കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്ന കർത്താവിൻ്റെ കൃപയ്ക്ക് സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലിസ്ഥലം, ഇവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം ഇവരുടെ മുമ്പിൽ വരുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും
യേശു ക്രിസ്തു മുഖാന്തരം അവർക്ക് ജയമുള്ളതിനായി സ്തോത്രം. ആമേൻ. തോറ്റവരുടെ കൂട്ടമല്ലല്ലോ, ഇത് ജയിച്ചവരുടെ കൂട്ടമാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മക്കൾ ജയാളികളാകിയാൽ സ്തോത്രം. തിരുരക്തം കൊണ്ട് ഇവരെ മറയ്ക്കണമേ, അനർത്ഥങ്ങളിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. കർത്താവിന്റെ കൃപ തന്റെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇടപെടുന്നതിന് നന്ദി പറയുന്നു. ദൈവാത്മാവേ, അങ്ങ് നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, ഏത് വിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളാണെങ്കിലും ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ സ്കിൻ ഡിസീസുകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൊണ്ടയ്ക്കുള്ള എല്ലാ അസ്വസ്ഥതകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടലിന്റെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട്, ആരോഗ്യം കൊടുത്തതിനായിട്ട് സ്തോത്രം. ഉറക്കമില്ലായ്മ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇന്ന് രാത്രി മുതൽ സ്വസ്ഥമായി ഉറങ്ങുന്ന അനുഭവം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവ് ജോലിയിലും ബിസിനസ്സിലും കർത്താവ് നേരിടുന്ന പ്രതിസന്ധികളിൽ തന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം. ജോലി സ്ഥലത്ത് സ്വസ്ഥത കൊടുക്കണം, ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണം, നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. അവസാനമായിട്ട് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം പറയുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം പറയുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം പറയുന്നു കർത്താവേ. ആമേൻ. നിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വിടുതൽ കൊടുക്കണം. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെ കർത്താവ് സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കൾക്കും ഒരു സൂപ്പർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയും സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷനും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ കൃപ കൊണ്ട് പൊതിഞ്ഞതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തിയനോട് ചേർന്ന് പറഞ്ഞ്, ഒരനർത്ഥവും ഞങ്ങൾക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിനടുത്ത് വരികയില്ല. ഞങ്ങളുടെ സകല വഴികളിലും സൂക്ഷിപ്പാൻ സ്വർഗത്തിലെ ഞങ്ങളുടെ അപ്പൻ ദൂതന്മാർക്ക് കൽപ്പന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം ഞങ്ങൾക്ക് പേടിപ്പാനില്ല. ധൈര്യമായിട്ട് പറഞ്ഞാട്ട് കേട്ടോ. ദൈവവചനം ഉറക്കെ പറയണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെയും വാക്യത്തിലാണ്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് പറയുന്നത് കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആമേൻ. യേശു കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം അവൻ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരോട് സംസാരിക്കുന്നൊരു ഭാഗമാണ്. അവരോട് പറയുക, നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകാതെ ഇവിടെ നിൽക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്താണ് പിതാവിൻ്റെ വാഗ്ദത്തം? 5-ാമത്തെ വാക്യം, യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ സ്നാനം ലഭിക്കും? അപ്പോൾ ഇവിടെ യേശു കർത്താവ് പറയുന്ന ആ വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോയി പിതാവിനോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ പിതാവിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു കാര്യസ്ഥനെ അയച്ചു തരും. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ ഭാഗം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ചിന്ത ഇതാണ്. ഒരു ആൾക്ക് പോലും ജയകരമായ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കാൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ കഴിയത്തില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞു, എത്രയും പ്രാധാന്യമോ അവരോട് പറയാം, നിങ്ങൾ ഇവിടുന്ന് പോകരുത്. നിങ്ങൾ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ തനിച്ചുള്ള ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് യേശു ക്രിസ്തുവിനെ ഇപ്പോൾ അവരുടെ കൂടെ യേശു ക്രിസ്തു ഇല്ല. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി അവർ യേശു ക്രിസ്തുവിനില്ലാതെ തനിച്ചാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ തനിച്ചല്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വാഗ്ദത്തം പ്രാപിച്ചിട്ട് വേണം പോകാൻ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന കർത്താവിൻ്റെ മക്കളെ, നമ്മൾ ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു വേണം ഈ ഭൂമിയിൽ ജീവിപ്പാൻ. നമ്മൾ വീണ്ടും ജനിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ആത്മാവാണ് പാപം, നീതി, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം തരുന്നത്. പക്ഷേ ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നു, അത് നമ്മൾ തിരിച്ചറിയണം. ആ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പും ബോധ്യവും നമുക്കുണ്ടാകുന്ന എപ്പോഴാണെന്നറിയാമോ? ആ ആത്മാവ് നമ്മളിലൂടെ പ്രവർത്തനം ആരംഭിക്കുമ്പോഴാണ്. സ്തോത്രം. നമ്മളറിയാതെ തന്നെ നമ്മളിലൂടെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും, എന്താ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്ന്.
ഇന്ന് പ്രഭാതി ചിന്തിച്ചു നോക്കി, യേശു കർത്താവിൻ്റെ കാര്യം നോക്കി. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ പറയുക, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം പ്രിയപ്പെട്ടവരെ, നസറേനായ യേശു ജോർദാൻ നദിയിൽ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. ആ നിമിഷം മുതൽ യേശു നന്മ ചെയ്യുവാനും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി ഈ ഭൂമിയിൽ ജീവിച്ചു. ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എന്ന് അപ്പോസ്തല പ്രവൃത്തി 10-ൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ പറയുക. നമ്മളും ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയണം, നമ്മളെ വിളിച്ചത് നന്മ ചെയ്യാനും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കുവാനും ഇരുട്ടിലിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാനുമാണ് ഈ സന്ദേശങ്ങൾക്കെന്ന എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചത്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയെ തിരിച്ചറിയുവാനോ അല്ലെങ്കിൽ ആത്മശക്തിയിൽ മുന്നേറുവാനോ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ജയകരമായി മുന്നേറുവാൻ കഴിയാത്തത്. പ്രിയപ്പെട്ടവരെ, ആത്മാക്കളെ നേടണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, ദൈവരാജ്യത്തിൻ്റെ മഹത്വം വർണ്ണിക്കണം, യേശുവിനെ ഉയർത്തണം. ഇതെൻ്റെ നിങ്ങളുടെ ആഗ്രഹമായിരിക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഇത് ചെയ്യുമ്പോൾ അത് യാന്ത്രികമായി പോകും, അത് വിജയിക്കത്തില്ല, അത് അവസാനം നമ്മൾ നിർത്തേണ്ടതായിട്ട് വരും. എന്നാൽ ആത്മാവ് നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നടക്കുമ്പോൾ അനുഭവങ്ങൾ വേറെയായി മാറും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എന്താ പറയാനുള്ളതെന്നറിയാം, ആ സ്വർഗീയ അഗ്നി എപ്പോഴും നമ്മൾ കത്തി നിൽക്കണം. അപ്പോസ്തലന്മാരിൽ കത്തി നിന്നതുപോലെ എപ്പോഴും നമുക്ക് ജ്വലനം ഉണ്ടാകണം. തിങ്കളാഴ്ച ജ്വലനം, വെള്ളിയാഴ്ച ജ്വലനമില്ല, വെള്ളിയാഴ്ച ജ്വലനം, ശനിയാഴ്ച ജ്വലനമില്ല, അങ്ങനല്ല. ആത്മാവിൻ്റെ അഗ്നി എന്നിലും നിങ്ങളിലും എപ്പോഴും കത്തുകയാണെങ്കിൽ ഒരു ദുഷ്ടശക്തിക്കും നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. ആ ആത്മശക്തി നമ്മളിൽ ജ്വലിക്കുന്നതനുസരിച്ച്, നമ്മളിൽ ആ വെളിച്ചം വീശുന്നതനുസരിച്ച് ആത്മാക്കൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അഭിഷേകത്തിൻ്റെ ലെവൽ നമ്മളിൽ വർദ്ധിക്കുമ്പോൾ ജനം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം നമ്മളിലൂടെ നന്മ പ്രവൃത്തികൾ വെളിപ്പെടും, നമ്മളിലൂടെ രോഗികൾ സൗഖ്യമാകുന്നു, ദൈവരാജ്യം നമ്മളിലൂടെ വളരുവാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ആത്മശക്തി അല്ലെങ്കിൽ ആത്മാവിൻ്റെ തീ നമ്മളിൽ ജ്വലിച്ച് തന്നെ എപ്പോഴും നിൽക്കണം. ആത്മാവിൻ്റെ തീ നമ്മളിൽ എപ്പോഴും ജ്വലിച്ച് നിൽക്കണം. അതിനെന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ ജ്വലിച്ച് നിൽക്കുമ്പോൾ ഒരു മുഖത്തിനും നമ്മളെ ബന്ധിക്കുവാൻ കഴിയത്തില്ല, ഒരു ദുഷ്ടൻ്റെ പദ്ധതികൾക്കും നമ്മളെ നശിപ്പിച്ച് കളയാൻ കഴിയത്തില്ല. കാരണം ആത്മാവിൻ്റെ അഗ്നി നമ്മളിൽ നിൽക്കുമ്പോൾ ഒരു ശക്തിക്കും നമ്മളെ തകർത്ത് കളയാൻ കഴിയത്തില്ല. തീക്കട്ടമേൽ ഉറും ഭരിക്കത്തില്ലെന്ന് പറയുന്നത് പോലെ ആത്മശക്തിയിൽ നിറഞ്ഞു നിൽക്കുന്നവനെ ദുഷ്ടപിശാചിന് തൊടാൻ കഴിയത്തില്ല. മുന്നേറുവാൻ ആത്മശക്തി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അതിനു മുമ്പ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, അനുദിനം നമ്മൾ ആത്മശക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. എല്ലാ ദിവസത്തെ പ്രാർത്ഥനയും നിങ്ങൾ അല്പസമയം ദൈവാത്മാവിൻ്റെ കൂടെ ഒന്ന് ഇരിക്കണം. എന്നിട്ട് ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് വേണം, പരിശുദ്ധാത്മാവെ എന്നങ്ങോട്ട് വിളിക്കണം. ഞാനിത് പ്രാക്ടിക്കലി സിമ്പിളി പറഞ്ഞു തരിക കേട്ടോ. ഒന്നുകൂടെ പറയണം, പരിശുദ്ധാത്മാവെ എന്നിലൊന്ന് നിറഞ്ഞ് കവിഞ്ഞാട്ട് എന്ന് നമ്മൾ പറയണം. അപ്പോഴത്തേക്കും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ അനുഭവമല്ല, അല്ലെങ്കിൽ പണ്ടൊരു ഉപവാസ പ്രാർത്ഥനയ്ക്കുണ്ടായ ഒരു അനുഭവമല്ല, പണ്ട് ഒരു ഉപദേശം ഞങ്ങളുടെ സഭയിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഈ അനുഭവം ഉണ്ടാകണം, എന്നും ഈ അനുഭവം ഉണ്ടാകണം. പിന്നെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് ശക്തി ലഭിച്ചു, അവർക്ക് മഹാശക്തി ലഭിച്ചു എന്നാണ് വേദപുസ്തകം എഴുതുന്നത്. അതായത് അവർ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു മുന്നോട്ട് പോകുന്നു, 4-ാം അധ്യായത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, അവർ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല ഭാഗങ്ങളിൽ കാണാൻ കഴിയും. അവർ ശക്തി പ്രാപിച്ചു, മഹാശക്തി പ്രാപിച്ചു, ബലം പ്രാപിച്ചു, ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടും. ഇതുപോലെ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നിന്ന്, ദൈവാത്മാവേ എന്നെ ശക്തീകരിച്ചാട്ട്, എന്നിലൂടെ ഒഴുകണമേ, എന്നെ നിറയ്ക്കണമേ, ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിൽ കുറേ സമയം ചെലവിടുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും ആത്മാവിൻ്റെ ശക്തി. അത് അളവ് വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മശക്തി നിങ്ങളിൽ നിറഞ്ഞ് കവിയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിരിക്കണം. ഒരു സ്പോഞ്ച് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ. ഹല്ലേലൂയ. അതായത് ആ സ്പോഞ്ച് വെള്ളത്തിൽ നിന്ന് എടുത്താൽ പിന്നെ നമ്മൾ പിടിച്ചൊന്ന് ഞെക്കിയാൽ എന്താ വരുന്നത്? അതിനകത്ത് വെള്ളമാണ് വരുന്നത്. അതുപോലെ ആയിരിക്കണം
ദൈവത്തിൻ്റെ ഭയത്തിൽ ആമേൻ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ആത്മാവിൽ മുങ്ങിയിരിക്കണം. എപ്പോഴും ആത്മാവിൽ മുങ്ങിയിരിക്കണം. വല്ലപ്പോഴുമല്ല, വല്ലപ്പോഴുമല്ല, ഒരു മീറ്റിങ്ങിൽ നടക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം, ഒരു ജ്വലിച്ച് നിൽക്കുന്ന അനുഭവം. ഇന്ന് പകൽക്കാലം കർത്താവ് ചിലരെ അതിനുവേണ്ടി തെരഞ്ഞെടുക്കുക. ജ്വലിച്ച് നിൽക്കുവാൻ, എപ്പോഴും ജ്വലിച്ച് നിന്നാൽ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ അടുക്ക വരുന്നവർക്ക് എല്ലാ വിഷയങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാകും. നിങ്ങളുടെ അടുക്ക വരുന്നവർ ആശ്വാസം പ്രാപിക്കും. നിങ്ങളുടെ അടുക്ക വരുന്നവർ സമാധാനം പ്രാപിക്കും. നിങ്ങളുടെ അടുക്ക രോഗി വന്നാൽ നിങ്ങൾ അവർ സൗഖ്യം പ്രാപിച്ചു പോകും. നിങ്ങളൊരു അൺടച്ചബിൾ ബൈ ഡെവിളായി മാറും. ദുഷ്ടനോ അവൻ്റെ പദ്ധതികൾക്കോ നിങ്ങളെ തൊടുവാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങും. നിങ്ങൾ എങ്ങും തോറ്റു പോകത്തില്ല. നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടത്തില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ആ ഒരു ലെവലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചു മുന്നേറുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ആത്മനദിയിൽ ഒന്ന് മുങ്ങുവാൻ ആഗ്രഹിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു ഇന്ന് പകൽക്കാലം ആത്മാവിലൊന്ന് നിറയുവാൻ? ആമേൻ. ഇന്ന് പകൽക്കാലം മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു എന്തുവാ? ആമേൻ, എപ്പോഴും ആത്മാവിൽ നിറഞ്ഞിരിക്കണം. ആമേൻ, എപ്പോഴും നിറഞ്ഞിരിക്കണം. ഒരു ദിവസമല്ല, ഒരു നേരമല്ല. ആമേൻ, എപ്പോഴും ആ ഒരു കോൺഷ്യസ് ഉണ്ടാകണം. നിങ്ങൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയണം, പരിശുദ്ധാത്മാവേ അങ്ങനിലൂടെ ഒഴുകിയാട്ടെ, അങ്ങനിലൂടെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയാട്ടെ എന്നെപ്പോഴും നമ്മൾ പറയണം കേട്ടോ. ഇന്ന് പ്രഭാതി കരങ്ങൾ ഉയർത്തിക്കുക. ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പിതാവേ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കരമുയർത്തി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഒരാത്മപകർച്ച യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ സംഭവിക്കട്ടെ. ഇവർ നിറഞ്ഞ് കവിയട്ടെ. വല്ലപ്പോഴും നിറഞ്ഞവരല്ലപ്പാ, എപ്പോഴും യേശു നിറഞ്ഞ് കവിഞ്ഞു നിന്നതുപോലെ, അപ്പോസ്തലന്മാർ നിറഞ്ഞ് കവിഞ്ഞു നിന്നതുപോലെ, ആദിമസഭ ആത്മാവിൽ നിറഞ്ഞ് തുളുമ്പി നിന്നതുപോലെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന ചിലർ ആത്മാവിൽ നിറഞ്ഞ് തുളുമ്പുന്ന ഒരു അനുഭവം ഈ പ്രവാചക കർത്താവ് കൊടുക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എവറി ഡേ സ്പെൻഡ് ടൈം വിത്ത് ഹോളി സ്പിരിറ്റ്. ആമേൻ. നിങ്ങൾ അമേസ്ഡ് ആകും. നിങ്ങളുടെ ലൈഫ് വ്യത്യസ്തമായി മാറും. ആമേൻ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. God bless you. Hallelujah.